ഹലോ ആർട്ടിസ്റ്റ്. റിയലിസ്റ്റിക് ആയിട്ട് പുരികം വരയ്ക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം പുരികത്തിന്റെ ഏരിയ ഔട്ട്ലൈൻ ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 2B HB യൂസ് ചെയ്ത് നമുക്ക് ഔട്ട്ലൈൻ വരക്കാവുന്നതാണ്. ഞാനിപ്പോൾ ക്യാമറയിൽ വ്യക്തമായിട്ട് കാണാൻ കുറച്ച് ഡാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഹെയർസിന്റെ ഗ്രോത്ത് ഡയറക്ഷൻ നോക്കി നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. ഇതാണ് ബിഗിനേഴ്സ് വരുത്തുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. പലരും തോന്നിയ രീതിയിലാണ് ആ പുരികം മാർക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പുരികത്തിന്റെ ഡയറക്ഷൻ നോക്കുക. എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ആ ഓരോ ഹെയർസും ഗ്രോത്ത് ചെയ്യുന്നത്, വളർന്നു വരുന്നത്, അതിനനുസരിച്ച് വേണം മാർക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ 2B പെൻസിൽ യൂസ് ചെയ്ത് ഫസ്റ്റ് ലെയർ ചെയ്യാം. ഇനി രണ്ടാമത് കുറച്ചുകൂടെ വാല്യൂ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2B പെൻസിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ചെയ്തെടുക്കണം. നമ്മൾ വരയ്ക്കുമ്പോൾ ഏത് ഡ്രോയിങ് ആയാലും നമ്മൾ എടുക്കുന്ന റഫറൻസിനെ നല്ലപോലെ ഒബ്സർവ് ചെയ്യണം. നമ്മുടെ ഒബ്സർവേഷനും നമ്മളുടെ ക്രിയേഷനും കൂടി ചേരുമ്പോഴാണ് നല്ലൊരു ആർട്ട് വർക്കായിട്ട് മാറുന്നത്. ഇതുപോലെ ചെയ്യുക. ഇനി ഞാൻ 4B പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ ഹെയർസും അതിന്റെ ഗ്രോത്ത് ഡയറക്ഷൻ നോക്കി ഞാൻ മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. എല്ലാ ഹെയർസിനും ഒരേ പ്രഷർ കൊടുത്തിട്ടല്ല നമ്മൾ വരയ്ക്കുന്നത്. ആദ്യം ചെയ്ത ഹെയർ വളരെ ലൈറ്റ് ആയിട്ടായിരുന്നു നമ്മൾ പ്രഷർ കൊടുത്ത് വരച്ച്. പിന്നെ രണ്ടാമത്തെ ലെയർ അതിനനുസരിച്ച് നമ്മൾ വാല്യൂ ആഡ് ചെയ്യുന്നതിനോടൊപ്പം നമ്മളുടെ കയ്യിൽ നിന്ന് പെൻസിലിൽ നിന്ന് പേപ്പറിലേക്ക് കൊടുക്കുന്ന പ്രഷറും നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം. ഇനി ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു ബ്രഷ് യൂസ് ചെയ്ത് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി 4B പെൻസിൽ യൂസ് ചെയ്ത് ഏതൊക്കെ ഭാഗത്താണോ ഡാർക്ക് ആയിട്ട് കാണുന്നത് ആ ഒരു ഭാഗം ഞാൻ കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഡ്രോയിങ് ചെയ്യാൻ ഞാൻ 2Bയും 4Bയും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മൾ വരയ്ക്കുമ്പോൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗങ്ങളും ഒരേപോലെ അല്ല. അതിന്റെ ലൈറ്റ് ടോൺ, മിഡ് ടോൺ, ഡാർക്ക് ടോൺ, ഇതൊക്കെ നമ്മൾ നല്ലപോലെ സ്റ്റഡി ചെയ്തിട്ട് അതേ രീതിയിൽ വരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോഴാണ് ഡ്രോയിങ്ങിന്റെ ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയൂ. ഇപ്പോ ആ ഡ്രോയിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനത് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഫൈനലി നമുക്ക് ലൈറ്റ് പെൻസിലുകൾ HBയോ 2Bയോ യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ കുറച്ച് ഹെയർസ് പുറത്തേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഒറിജിനാലിറ്റി ഫീല് കാണാനായിട്ട് പറ്റും. ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഒരു ഡ്രോയിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.